മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ നാലാമത്തെ ചാനലായ കൈരളി അറേബ്യയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ദുബായിൽ നടന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനും നടനുമായ മമ്മൂട്ടിയാണ് ലോഗോ പുറത്തിറക്കിയത്. പൂർണ്ണമായും പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ള ചാനലാണ് കൈരളി അറേബ്യ. പൂർണ്ണമായും ഗൾഫ് മലയാളികൾക്ക് വേണ്ടി ഒരു ചാനൽ, അതാണ് കൈരളി അറേബ്യ. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ നാലാമത്തെ ചാനലായ കൈരളി അറേബ്യയുടെ ലോഗോ ദുബായിൽ നടന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. പ്രവാസി മലയാളികളോടുള്ള മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഉത്തരവാദിത്തമാണ് പുതിയ ചാനലെന്ന് മമ്മൂട്ടി പറഞ്ഞു. ഒരു വലിയ പ്രേക്ഷക സമൂഹം കൈരളിക്ക് ഗൾഫ് നാട് അറബ് നാടുകൾ ഈ പ്രേക്ഷകർക്ക് മാത്രം സംവേദിക്കാൻ സാധിക്കുന്ന ഒരു ചാനൽ കുറച്ചു കാലത്തെ ഞങ്ങളുടെ പരിശ്രമമാണ്, ഞങ്ങളുടെ സ്വപ്നമാണ്. നമ്മുടെ ഈ ഭാഗത്തുള്ള പ്രവാസികൾക്ക് വേണ്ടി മാത്രമായി ഒരു ഡെഡിക്കേറ്റഡ് ചാനൽ അതിപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ്. ഫെബ്രുവരി 12 മുതൽ കൈരളി അറേബ്യ സംപ്രേഷണം ആരംഭിക്കുമെന്ന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് കൈരളി വ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയോടെ ഒരു ഗൾഫിലെ പ്രേക്ഷകൻ കൈരളി അറേബ്യയിൽ കാണും. എന്താ കാരണം? ഇറ്റ്സ് ഗോയിങ് ടു ബി മോർ ഇൻട്രാക്റ്റീവ്. നിങ്ങളുടെ ജീവിതവും കൂടി അതിലേക്ക് സന്നിവേശിക്കപ്പെടുകയാണ്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർ വി കെ അഷ്റഫ്, മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ എം അഷ്റഫ്, ജനറൽ മാനേജർ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് എസ് രമേശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദുബായിലെ മാധ്യമപ്രവർത്തകരും വിവിധ കമ്പനി മേധാവികളും മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്. അബുദാബിയിൽ കൈരളി TV സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് അവാർഡ് നിശ ശ്രദ്ധേയമായി. വൻ ജനക്കൂട്ടമാണ് അവാർഡ് നിശയ്ക്ക് സാക്ഷികളാവാൻ അബുദാബിയിലെത്തിയത്. സംവിധായകൻ സിദ്ദിഖാണ് ഇഷൽ ലൈല അവാർഡ് നിശ അണിയിച്ചൊരുക്കിയത്. മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ കൈരളി TVയിലെ പട്ടുറുമാൽ എന്ന പരിപാടിയുടെ തുടർച്ച എന്ന നിലയിൽ നടത്തിയ മാപ്പിളപ്പാട്ട് അവാർഡ് നിശ വൻ വിജയമായിരുന്നു. വൻ ജനാവലിയാണ് അവാർഡ് നിശ ആസ്വദിക്കാൻ അബുദാബി ആംഡ് ഫോഴ്സ് ഓഫീസ് ക്ലബിലെത്തിയത്. തെന്നിന്ത്യൻ സിനിമാ മേഖലയിലെ ചക്രവർത്തിമാരായ മമ്മൂട്ടിയുടെയും കമൽഹാസന്റെയും സാന്നിധ്യം അവാർഡ് നിശയെ വേറിട്ടതാക്കി. തുറന്ന വാഹനത്തിൽ വേദിയിലേക്കെത്തിയ മമ്മൂട്ടിയെയും കമൽഹാസനെയും ഹർഷാരവത്തോടെയാണ് പതിനായിരങ്ങൾ സ്വീകരിച്ചത്. കമൽഹാസനും നടൻ ജയറാമിനും മമ്മൂട്ടിയും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും ചേർന്ന് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ഏറെ അഭിമാനത്തോടെയാണ് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരത്തെ സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുന്നതെന്ന് മമ്മൂട്ടി പറഞ്ഞു. കമൽഹാസന് കൈരളി കൊടുക്കുന്ന പുരസ്കാരം ഞങ്ങൾക്ക് വളരെ വലുതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചെറിയ പുരസ്കാരം ഞങ്ങളുടെ വലിയ മനസ്സിൻ്റെ, ഞങ്ങളുടെ പ്രേക്ഷകരുടെ വലിയ മനസ്സുകൾ, സാഗരം പോലെയുള്ള മനസ്സുകൾ നിറഞ്ഞ് സ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കും. മാപ്പിളപ്പാട്ട് രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് VM കുട്ടിക്ക് മമ്മൂട്ടി സമ്മാനിച്ചു. മികച്ച ഗായകൻ, മികച്ച ഗായിക, മികച്ച ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ എന്നിവ ഉൾപ്പെടെ 8 കാറ്റഗറികളിലും അവാർഡ് നൽകി. നടി റിനു മാത്യൂസ്, MG ശ്രീകുമാർ, റിമി ടോമി എന്നിവർക്കൊപ്പം മാപ്പിളപ്പാട്ട് ഗായകരും ഇഷൽ ലൈല വേദിയിലെത്തി. ഷംന കാസിമിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ നൃത്തസന്ധ്യയും ഇഷൽ ലൈലയുടെ മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, അബുദാബി. ഉമ്മൻചാണ്ടി സർക്കാർ RSS സംഘപരിവാർ സംഘടനകളുമായി ഒത്തുതീർപ്പുണ്ടാക്കിയിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. MG കോളേജ് ആക്രമണ കേസും പ്രവീൺ തൊഗാഡിയയ്ക്കെതിരായ കേസും പിൻവലിച്ചത് ഇതിന് ഉദാഹരണമാണ്. ഒത്തുതീർപ്പ് എന്താണെന്ന് വൈകാതെ അറിയാമെന്നും പിണറായി പറഞ്ഞു. തിരുവനന്തപുരത്ത് CPIM സംഘടിപ്പിച്ച മതസൗഹാർദ്ദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ രണ്ട് സംഭവവും ഒന്നായി ചേർത്തുകൊണ്ട് ആലോചിച്ചു നോക്കി. എന്താണ് അതിന്റെ പിന്നിൽ? എവിടെയോ എന്തോ ഒത്തുതീർപ്പില്ലേ? RSSനും സംഘപരിവാറിനും കേരളത്തിൽ അതിയായ ചില മോഹങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിയും കൂട്ടരും ഏത് തലത്തിലുള്ള ഒത്തുതീർപ്പാണ് ഉണ്ടാക്കിയത് ഇപ്പോഴത് വ്യക്തമല്ല. പക്ഷേ വളരെ കാലതാമസമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ ഒത്തുതീർപ്പ് എന്തായിരുന്നുവെന്ന് നമ്മുടെ നാട് അറിയുമെന്നത് വ്യക്തമാണ്. സുധീരന്റെ ജനപക്ഷ യാത്രയ്ക്കായി തിരുവനന്തപുരത്ത് ബിയർ പാർലറുകളിൽ നിന്ന് വ്യാപകമായി പണപ്പിരിവ് നടത്തി. 20,000 മുതൽ 30,000 രൂപ വരെ 10-ലധികം പാർലറുകളിൽ നിന്ന് പിരിച്ചു. രസീത് പീപ്പിൾ TV പുറത്തുവിട്ടു. VM സുധീരൻ്റെ ജനപക്ഷ യാത്രയ്ക്കായി കോവളം, പൂവാർ മേഖലകളിലെ റിസോർട്ടുകളിൽ നിന്നും ബിയർ, വൈൻ പാർലറുകളിൽ നിന്നുമാണ് വൻതോതിൽ പണപ്പിരിവ് നടത്തിയത്. കോട്ടുകാൽ മണ്ഡലം പ്രസിഡന്റ് ജയരാജൻ്റെ നേതൃത്വത്തിലായിരുന്നു പിരിവ്.
ബിയർ ലൈസൻസുള്ള ട്രാവൻകൂർ ഹെറിറ്റേജ് ഹോട്ടലിൽ നിന്നും 20,000 രൂപ പിരിച്ചെടുത്തത് തെളിയിക്കുന്ന രസീതിൻ്റെ പകർപ്പാണിത്. സമാനമായ രീതിയിൽ 10-ലധികം ബിയർ പാർലറുകളിൽ നിന്ന് 10,000 രൂപ മുതൽ 30,000 രൂപ വരെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ജോയ്സ് ബീച്ച് റിസോർട്ടിൽ നിന്നും 20,000 രൂപയും സൂര്യസമുദ്രയിൽ നിന്ന് 30,000 രൂപയും പിരിച്ചു. ബിയർ വൈൻ പാർലറുകളുടെ കാര്യത്തിൽ UDF അന്തിമ തീരുമാനമെടുക്കാനിരിക്കെയാണ് ലൈസൻസ് കാത്തിരിക്കുന്ന ഉടമകളിൽ നിന്ന് വൻ തുക പിരിച്ചെടുത്തത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അരുവിപ്പുറത്ത് ഗുരുമന്ദിരം തകർത്ത കേസിലെ പ്രതി ജനപക്ഷ യാത്രയിൽ VM സുധീരനൊപ്പം വേദി പങ്കിട്ടു. ഞങ്ങളുടെ പ്രതി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, എവിടെ വെച്ചായിരുന്നു സംഭവം? അരുൺ, നെയ്യാറ്റിൻകര നഗരത്തിൽ ജനപക്ഷ യാത്രയ്ക്ക് ഇന്ന് രാവിലെ നൽകിയ സ്വീകരണത്തിലാണ് നേരത്തെ സ്പിരിറ്റ് കേസിൽ പ്രതിയും ഒപ്പം തന്നെ അരുവിപ്പുറം ശ്രീനാരായണ മഠം ആക്രമിച്ച കേസിലെ പ്രതിയുമായ SK ജയചന്ദ്രൻ സുധീറിനൊപ്പം വേദി പങ്കിട്ടത്. വേദിയിൽ ഏറെ നേരം ചിലവഴിച്ച ഇയാൾ സുധീറിന് സ്വീകരണം നൽകാനായി, സുധീറിന് പൊന്നാടയും ഷോളും മറ്റും അണിയിക്കാനായി പ്രവർത്തകരെ ക്ഷണിച്ചതും ഇയാളാണ്. നാട്ടിലെ അരുവിപ്പുറം മഠം ആക്രമിച്ച കേസിൽ നമുക്കറിയാം, കുപ്രസിദ്ധമായ ഒരു കേസാണ്. ആ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് ജയചന്ദ്രൻ എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഇയാൾ പല സ്പിരിറ്റ് കേസിലും പ്രതിയായിരുന്നു. മദ്യനയത്തിനെതിരായാണ് സുധീരൻ ആ വേദിയിൽ പ്രസംഗിച്ചിരുന്നത്. അപ്പോഴെല്ലാം ഈ സ്പിരിറ്റ് കേസിൽ പ്രതിയായിരുന്ന ഇയാൾ വേദിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് വൈരുദ്ധ്യം. ഒപ്പം തന്നെ ഇയാൾ അരുവിപ്പുറം മഠം ആക്രമിച്ച കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ്. ഈ പരിപാടി നെയ്യാറ്റിൻകരയിൽ സമാപിക്കുന്നതുവരെയും ഇയാൾ സുധീറിനൊപ്പം വേദിയിൽ ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിൽ അക്ഷയ നഗറിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു ഇയാൾ സുധീറിനൊപ്പം ജനപക്ഷ യാത്രയുടെ വേദി പങ്കിട്ടത്. അരുൺ, ജിതിൻ ചന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. സുധീറിന്റെ ജനപക്ഷ യാത്രയ്ക്കായി തിരുവനന്തപുരത്ത് ബിയർ പാർലറുകളിൽ നിന്ന് വ്യാപകമായി പണപ്പിരിവ് നടത്തി. 20,000 മുതൽ 30,000 രൂപ വരെ 10-ലധികം പാർലറുകളിൽ നിന്ന് പിരിച്ചു. രസീത് പീപ്പിൾ TV പുറത്തുവിട്ടു. VM സുധീറിൻ്റെ ജനപക്ഷ യാത്രയ്ക്കായി കോവളം പൂവാർ മേഖലകളിലെ റിസോർട്ടുകളിൽ നിന്നും ബിയർ വൈൻ പാർലറുകളിൽ നിന്നുമാണ് വൻതോതിൽ പണപ്പിരിവ് നടത്തിയത്. കോട്ടുകാൽ മണ്ഡലം പ്രസിഡന്റ് ജയരാജൻ്റെ നേതൃത്വത്തിലായിരുന്നു പിരിവ്. ബിയർ ലൈസൻസുള്ള ട്രാവൻകൂർ ഹെറിറ്റേജ് ഹോട്ടലിൽ നിന്നും 20,000 രൂപ പിരിച്ചെടുത്തത് തെളിയിക്കുന്ന രസീതിൻ്റെ പകർപ്പാണിത്. സമാനമായ രീതിയിൽ 10-ലധികം ബിയർ പാർലറുകളിൽ നിന്ന് 10,000 രൂപ മുതൽ 30,000 രൂപ വരെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ജോയ്സ് ബീച്ച് റിസോർട്ടിൽ നിന്നും 20,000 രൂപയും സൂര്യസമുദ്രയിൽ നിന്ന് 30,000 രൂപയും പിരിച്ചു. ബിയർ വൈൻ പാർലറുകളുടെ കാര്യത്തിൽ UDF അന്തിമ തീരുമാനമെടുക്കാനിരിക്കെയാണ് ലൈസൻസ് കാത്തിരിക്കുന്ന ഉടമകളിൽ നിന്ന് വൻ തുക പിരിച്ചെടുത്തത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയത്തിലെ പ്രായോഗിക തീരുമാനത്തെ നഖശിഖാന്തം എതിർക്കുമെന്ന് TN പ്രതാപൻ. മദ്യത്തെയും ടൂറിസത്തെയും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. UDF അംഗീകരിക്കുകയും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇപ്പോൾ ചോദ്യം ചെയ്ത് ഗവൺമെന്റ് ന്യായീകരണവാദം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മദ്യനയത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഞങ്ങളാരും സമ്മതിക്കില്ല. PM സുധീരൻ ഈ നയത്തിൽ മാറ്റം വരുത്തുന്ന പ്രശ്നം ഇല്ല. അതോടൊപ്പം അടഞ്ഞുകിടക്കുന്ന ബാറുകളോ അനർഹമായ മദ്യവിൽപ്പന സ്ഥാപനങ്ങളോ തുറക്കുന്നതിന് വേണ്ടി മദ്യനയത്തിൽ പ്രായോഗികമായ മാറ്റം വരുത്തുവാൻ വേണ്ടി വന്നാൽ അതിന് നഖശിഖാന്തം എതിർക്കും. അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ബിയർ പാർലറുകളും വൈൻ പാർലറുകളും ഉൾപ്പെടെയുള്ള ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ മദ്യവിൽപ്പനയ്ക്ക് വേണ്ടി കേരളത്തിലെ അടഞ്ഞുകിടക്കുന്ന ബാറുകളെ പ്രയോജനപ്പെടുത്തി മറ്റൊരു രീതിയിൽ കേരളത്തിലെ മദ്യവ്യാപാരം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ നയത്തെയും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഞായറാഴ്ച ഡ്രൈഡേ ആക്കിയത് ഗവൺമെന്റ് നിരീക്ഷണങ്ങൾ പഠനം നടത്തിയതിന്റെ പേരിൽ എടുത്താണ്. ആ നയം തീരുമാനം പുനഃപരിശോധിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമില്ല. മറ്റൊരു കാര്യം, കോൺഫറൻസുകളെയും ടൂറിസത്തെയും മദ്യവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് കേരള ടൂറിസത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്രകൃതിയും കേരളത്തിന്റെ പാരിസ്ഥിതികമായ സൗന്ദര്യവും ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് കേരളത്തിലേക്ക് വരുന്ന വിദേശ ടൂറിസ്റ്റുകളായാലും തദ്ദേശീയ ടൂറിസ്റ്റുകളായാലും പ്രധാനമായും എത്തുന്നത്. അവരെല്ലാം മദ്യപാനികളായി ചിത്രീകരിക്കുന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അപമാനിക്കുന്നത് തുല്യമാണ്. ഭരണാധികാരികൾ തന്നെ കേരള ടൂറിസത്തെ അപമാനിക്കുന്ന മദ്യ ടൂറിസമായി വ്യാഖ്യാനിച്ച് അപമാനിക്കുന്നതിൽ നിന്നും പിന്തിരിയണം. മുന്നണി ഭരണത്തിനെതിരെ
കേരള NGO അസോസിയേഷൻ രംഗത്ത്. കേരളത്തിൽ മുന്നണി ഭരണം മാത്രമേ വഴിയുള്ളൂ എന്ന ചിന്ത മാറണമെന്നും NGO അസോസിയേഷന്റെ രാഷ്ട്രീയ പ്രമേയം. ഇന്ത്യൻ ജനത കോൺഗ്രസിനെ തിരികെ വിളിക്കണമെങ്കിൽ കോൺഗ്രസ് മാറണമെന്നും NGO അസോസിയേഷൻ രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാകണം. സ്വാർത്ഥരായ നേതാക്കളെ ഒഴിവാക്കണം. രാജ്യതാൽപര്യം ലവലേശമില്ലാത്തവരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവരും ഒഴിവാക്കപ്പെടണം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവശുദ്ധിയുള്ള നേതാക്കളെ രംഗത്തു കൊണ്ടുവരണമെന്നും NGO അസോസിയേഷൻ രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനപക്ഷത്ത് നിലയുറപ്പിക്കുന്നവരും കഷ്ടപ്പെടാനും അത്യധ്വാനം ചെയ്യാനും ശേഷിയുള്ളവർ വരണമെന്നും NGO അസോസിയേഷൻ രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. പഴയ തലമുറയിൽ ആദർശശുദ്ധിയുള്ളവർ തുടരട്ടെ, എന്നാൽ യുവത്വത്തിൻ്റെ തള്ളിക്കയറ്റം ഇവിടെ ഉണ്ടാകണം. പുതിയ വികസന കാഴ്ചപ്പാടുകളും ആശയങ്ങളും ജനങ്ങൾ ഉൾക്കൊള്ളും. കേരളത്തിൽ മുന്നണി ഭരണം മാത്രമേ വഴിയുള്ളൂ എന്ന ചിന്ത മാറണം. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയ രീതി പഠന വിഷയമാക്കണം. മുന്നണി ഭരണം ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്നുവെന്നും NGO അസോസിയേഷൻ രാഷ്ട്രീയ പ്രമേയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. KM ഉമേഷ്, കൊച്ചി. KSRTCയിൽ സർവീസുകൾ താറുമാറായി. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ കൂട്ട അവധിയെടുത്തതിനെ തുടർന്നാണ് പ്രതിസന്ധി. അതേസമയം നവംബർ മാസത്തിലെ ശമ്പളം വിതരണം ചെയ്തു തുടങ്ങിയതായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. KSRTC ഭരിക്കുന്നത് ട്രാൻസ്പോർട്ട് വ്യവസായത്തിന്റെ ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരാണെന്ന് കേരള കോൺഗ്രസ് B ചെയർമാൻ R ബാലകൃഷ്ണപിള്ള ആരോപിച്ചു. ഫാത്തിമ ഗോൾഡ് ഷോറൂമുകളിൽ ഇനി മുതൽ ഗുണമേന്മയേറിയ VNES CF IGI സർട്ടിഫൈഡ് വജ്രാഭരണങ്ങൾ 4444 രൂപ മുതൽ ലഭ്യമാകും. പുതിയ വജ്രാഭരണ ശ്രേണിയുടെ ഉദ്ഘാടനം ഫാത്തിമ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ M മുഹമ്മദ് ഹാജി നിർവഹിച്ചു. കണ്ണൂർ ഫാത്തിമ ഗോൾഡിന്റെ നവീകരിച്ച പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും മുഹമ്മദ് ഹാജി നിർവഹിച്ചു. ചടങ്ങിൽ യുണൈറ്റഡ് നേഷൻസിന് കീഴിലുള്ള ഇന്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊളംബോ ഇന്റർനാഷണൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ലോകശാസ്ത്ര സംഗമത്തിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുകയും ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത ഫാത്തിമ ഗോൾഡ് MD MP മുഹമ്മദ് റാഫി എളംപാറയ്ക്ക് സ്വീകരണം നൽകി. സാധു വീർ പുരസ്കാരത്തിന് പയ്യാമ്പലം ബീച്ച് ലൈഫ് ഗാർഡ് P ചാൾസൺ അർഹനായി. കണ്ണൂർ സാധു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. സാധു കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ കേണൽ പുരുഷോത്തമൻ പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ PP വിനോദ്, KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മതത്തിന്റെ പേരിൽ കലഹിക്കുന്നവർക്ക് നേർവഴി കാട്ടിയായി നിലകൊള്ളുകയാണ് ശബരിമലയിലെ വാവർ നടയും അയ്യപ്പ ക്ഷേത്രവും. ഡിസംബർ 6 പശ്ചാത്തലത്തിൽ ഭാരതമൊട്ടാകെ ജാഗ്രത പുലർത്തുമ്പോൾ മതമൈത്രിക്കും അപൂർവമായൊരു കൂട്ടുകെട്ടിനും മാതൃകയാവുകയാണ് സന്നിധാനം. നമ്മളാരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത 1992 ഡിസംബർ 6 ആ സംഭവം ഒരു തീരാശാപമായി ഇപ്പോഴും വേട്ടയാടുന്നു. ഇന്ത്യൻ മതേതരത്വത്തിന് കളങ്കമായി മാറിയ ബാബറി മസ്ജിദ് രാമക്ഷേത്ര തർക്കം സമ്മാനിച്ച ദുരന്തത്തിന്റെ ബാക്കിപത്രമാണ് സന്നിധാനത്തെ ഈ സുരക്ഷാ വലയം. എന്നാൽ സേനാബലത്തേക്കാൾ കെട്ടുറപ്പുള്ളൊരു സുരക്ഷാ മതിൽക്കെട്ട് ശബരിമലയിലുണ്ട്. അവകാശ തർക്കങ്ങളില്ലാതെ ഒരേ മണ്ണിൽ കാലങ്ങളായി തുടരുന്ന അയ്യപ്പൻ വാവർ സൗഹൃദത്തിന്റെ കെട്ടുറപ്പ്. പുറത്ത് മതത്തിന്റെ പേരിൽ പോരടിക്കുന്നവർ സന്നിധാനത്തെ അപൂർവങ്ങളിൽ അപൂർവമായ ഈ കൂട്ടുകെട്ട് കണ്ടു പഠിക്കേണ്ടതുണ്ട്. ആർക്കും കീഴ്പ്പെടുത്താനാകാത്ത ആയോധന കലയുടെ ഉറവിടമായ അയ്യപ്പനും യുദ്ധതന്ത്രജ്ഞനായ വാവരും ശത്രുക്കളായി ഏറ്റുമുട്ടി പിന്നെ മിത്രങ്ങളായി മാറിയെന്നാണ് ഐതിഹ്യം. ഈ തുല്യശക്തികളുടെ ഏറ്റുമുട്ടൽ കേവലമൊരു വിജയപരാജയ കഥയല്ല, മറിച്ച് തുല്യതയുടെ മാധുര്യമൂറുന്ന സൗഹൃദമാണ് നമുക്ക് സമ്മാനിച്ചത്. അയ്യപ്പ സന്നിധിയിലെത്തുന്ന ഒരു വിശ്വാസിയുടെ തീർത്ഥാടന ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ വാവർ നടയിലും ദർശനം നടത്തിയിരിക്കണമെന്നതാണ് വിശ്വാസം. വാവരുടെ പിന്മുറക്കാരാണ് ശബരിമലയിലെ വാവർ നടയിൽ വിശ്വാസികളെ സ്വീകരിക്കുന്നതും ആശീർവദിക്കുന്നതും. ജാതി മതമൊന്നും അല്ല ഇതിനകത്ത്, ഇത് മതസൗഹാർദ്ദമാണ്. എല്ലാവരും ആ രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അയ്യപ്പനും വാവരുമായിട്ട് ഇന്ന് വരെ ഭക്തന്മാരുമായിട്ട് അത്ര മത സൗഹാർദ്ദത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അപൂർവ കൂട്ടുകെട്ടിനും മതസൗഹാർദ്ദത്തിനും പട്ടാളവും പോലീസും ബോംബ് സ്ക്വാഡുമെല്ലാം ഒരുക്കുന്നതിനേക്കാൾ കെട്ടുറപ്പുള്ളൊരു സുരക്ഷയൊരുക്കാൻ കഴിയുമെന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്യാമറമാൻ വിനോദിനൊപ്പം BG മിനിഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.